എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ശമ്പളം, ഫിറ്റ്മെന്റ് ഫാക്ടർ തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ജീവനക്കാർ ഉറ്റുനോക്കുന്നത്. അതിനിടെ നിലവിലെ 50% ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് FNPO. എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിൽ സജീവമാണ്. അടിസ്ഥാന ശമ്പളം, ഫിറ്റ്മെന്റ് ഫാക്ടർ തുടങ്ങിയവയിൽ എന്തു മാറ്റമുണ്ടാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി നിലവിലെ 50% ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കണമെന്ന ആവശ്യവുമായി പോസ്റ്റൽ ജീവനക്കാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംഘടന എട്ടാം ശമ്പള കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിക്ക് കത്തയച്ചു. ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും 50% ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്ന രൂപത്തിൽ ഇടക്കാല ആശ്വാസം നൽകണമെന്നാണ് FNPO സെക്രട്ടറി ജനറൽ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കടുത്ത വിലക്കയറ്റം കണക്കിലെടുത്ത് 2026 ജനുവരി 1 മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത്തരത്തിൽ DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചു നൽകണമെന്നാണ് ആവശ്യം. വിലക്കയറ്റം ജീവനക്കാരുടെ വാങ്ങൽ ശേഷി സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ അടിസ്ഥാന ശമ്പള ഘടന ഇന്നത്തെ ജീവിത ചെലവിനോട് പൊരുത്തപ്പെടുന്നില്ലെന്നും സംഘടന പറയുന്നു. കൂടാതെ മുൻപ് DA 50% കടന്നപ്പോഴെല്ലാം അത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചിട്ടുണ്ടെന്ന് FNPO പറഞ്ഞു. 2004 50% DA DNS പേ ആയി ലയിപ്പിച്ചെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും 58% വീതമാണ്. ഇതിൽ 2% വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ HRA, ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും വിരമിക്കൽ ആനുകൂല്യങ്ങളും അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. അതിനാൽ DA ലയിപ്പിക്കുന്നത് ജീവനക്കാർക്ക് സാമ്പത്തികമായി വലിയ ഗുണമുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.